ഹലോ ഗൈസ്, പുതിയൊരിടയിലേക്ക് ഏവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഗൈസ്. നമ്മുടെ ഫാമിലിയുടെ മെമ്പറാകുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പോർച്ചുഗൽ ടീം പ്രഖ്യാപിച്ചു. ലോകം കീഴടക്കി വന്ന പറങ്കികളുടെ സ്ക്വാഡ് ലോക വിശ്വമാമാങ്കത്തിൽ അവർക്ക് വിശ്വവേദി കീഴടക്കിയേ തീരൂ. അവരുടെ എല്ലാമായ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി. പോർച്ചുഗൽ ടീം പ്രഖ്യാപിച്ചപ്പോൾ ഒരാളെ നിങ്ങൾ മിസ് ചെയ്തില്ലേ? ഡിയാഗോ കോസ്റ്റയുണ്ട്, റൂയി സിൽവയുണ്ട്, റൂബൻ ഡയസ് ഉണ്ട്, ജാവോ ക്യാൻസലെ ഉണ്ട്, ജാവോ ഫിലിക്സ് ഉണ്ട്, റൂബൻ ഡയസ് ഉണ്ട്, റൂബൻ നവസ് ഉണ്ട്, ജാവോ നവസ് ഉണ്ട്, ബ്രുണോ ഫെർണാണ്ടസ് ഉണ്ട്, ബെർണാഡോ സിൽവ ഉണ്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്. പക്ഷേ ഒരാളെ മിസ് ചെയ്തില്ലേ? അതെ, പോർച്ചുഗൽ ഫുട്ബോൾ ഫെഡറേഷൻ ആ സ്ക്വാഡ് അനൗൺസ് ചെയ്തുകൊണ്ടിട്ട ആ പോസ്റ്റിൽ 27+1 എന്നാണ് ഇട്ടിരിക്കുന്നത്. അത് മറ്റാരുമല്ല, 45 ആഴ്ചകൾക്ക് മുമ്പ് മരണമെന്ന ദിശാബോധമില്ലാത്ത കോമാളി കവർന്നെടുത്തവനാണവൻ. യെസ്, ഡിയാഗോ ജോട്ട. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഉറ്റതോഴൻ, റോബർട്ടോ മാർട്ടിനസിന്റെ പ്രിയ ശിഷ്യൻ. ഒരുപക്ഷെ റോബർട്ടോ മാർട്ടിനസ് ആ സ്ക്വാഡ് ലിസ്റ്റ് കൊടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയം ഒന്ന് പെടഞ്ഞിട്ടുണ്ടാവണം, തന്റെ പ്രിയ ശിഷ്യനില്ലാത്ത ഒരു ലിസ്റ്റ്. അതേസമയം ആ ഒരു ഇടം കൈയിൽ ഹാൻഡ് ബാൻഡ് ധരിച്ച് തന്റെ ടീമിനെയും നയിച്ചുകൊണ്ടിറങ്ങുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ ബാക്കിലേക്ക് നോക്കുമ്പോൾ അയാളെ മിസ് ചെയ്യുക തന്നെ ചെയ്യും ഡിയാഗോ ജോട്ട. 2025 ജൂലൈ 3 ഫുട്ബോൾ ലോകത്തിന് ലോകത്തെ കണ്ണീരണിയിച്ചുകൊണ്ടായിരുന്നു ആ വാർത്ത. യെസ്, ഡിയാഗോ ജോട്ട അന്തരിച്ചിരിക്കുന്നു. 28 വയസ്സേ ഉള്ള അദ്ദേഹത്തിന് ഓർക്കണം. ജൂൺ 22 തന്റെ വിവാഹം കഴിഞ്ഞതേ ഉള്ളായിരുന്നുള്ളൂ. തന്റെ ഭാര്യയും തന്റെ 3 മക്കളെയും തനിച്ചാക്കിയാണ് അദ്ദേഹം സമാധാനത്തിന്റെ ലോകത്തേക്ക് പറന്നകന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനുമായാണ് അദ്ദേഹം പറന്നകന്നത്. എന്താ പറയുക, അത് ഫുട്ബോൾ ലോകം അല്ല, അത് പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. ലിവർപൂളിനൊപ്പം ചാമ്പ്യനായി നിൽക്കുന്നവൻ, യുവേഫ നേഷൻസ് ലീഗ് അടിച്ച എല്ലാ വിധത്തിലും സന്തോഷത്തിന്റെ പാരമതിയിൽ നിൽക്കുന്നവനായിരുന്നില്ലേ അവൻ. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ വാർത്ത. ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഫെറി എടുത്ത് ലണ്ടനിലേക്ക് പോകാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. സ്പെയിനിൽ നിന്ന് കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. കാർ അപകടത്തിലുള്ള അദ്ദേഹത്തിന്റെ മരണം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അവരുടെ യൂറോപ്പിന്റെ ഫുട്ബോൾ ഭൂപടത്തിൽ ചതഞ്ഞരഞ്ഞുകൊണ്ടിരുന്ന ആ രാജ്യത്തെ പറങ്കികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച അവരുടെ രാജാവിന് വേണ്ടി മാത്രമല്ല അവർക്ക് ഈ വേൾഡ് കപ്പ് നേടേണ്ടത്, അയാൾക്കും കൂടി വേണ്ടിയാണ്. 2026 ജൂലൈ 19 മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫൈനൽ വിസിലിന് ശേഷം ഫിഫ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഫിഫ പ്രസിഡന്റും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചേർന്ന് നൽകുന്ന ഫിഫ വേൾഡ് കപ്പ് ഏറ്റുവാങ്ങുമ്പോൾ ആകാശത്തിന്റെ ഏതോ ഗാലറിയിൽ ഇരുന്ന് ഡിയാഗോ ജോട്ട ആർത്തുല്ലസിക്കും, ഡിയാഗോ ജോട്ട ചിരിക്കും, ഡിയാഗോ ജോട്ട സന്തോഷിക്കും. യെസ്, ഇന്ന് സ്വർഗത്തിലിരുന്ന് അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് വിങ്ങുന്നുണ്ടായിരിക്കും. താനില്ലാതൊരു ലോകകപ്പ്. റോബർട്ടോ മാർട്ടിനസ് പലതവണ പറഞ്ഞതാണ് ഡിയാഗോ ജോട്ട ഇല്ലാത്തൊരു ലോകകപ്പ് സങ്കല്പിക്കാനാകില്ലെന്ന്. എന്തിന്? ഡിയാഗോ ജോട്ട ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ക്രിസ്ത്യാനോയ്ക്ക് വേണ്ടി എനിക്ക് ആ വേൾഡ് കപ്പ് നേടണമെന്ന്. അദ്ദേഹത്തിന്റെ ആ വീർപ്പുമുട്ടൽ തീരാൻ തന്റെ പ്രിയ തോഴന് വേണ്ടി ക്രിസ്ത്യാനോയ്ക്ക് ആ ഒരു ടീമിനെ നയിച്ചുകൊണ്ട് ആ വേൾഡ് കപ്പ് നേടുക തന്നെ വേണം. എന്തായാലും അതൊരു നീറുന്ന ഓർമ്മ തന്നെയാണ് ഡിയാഗോ ജോട്ടയുടെ എന്നത് സംശയം ഒന്നുമില്ലല്ലോ. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തന്നെയായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിരുന്നു.